16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിനെതിരെ 99 വോട്ടുകൾ നേടിയാണ് ഷാനിമോൾ ഡെപ്യൂട്ടി സ്പീക്കറായത്. 39 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത്. ഭാർഗവി തങ്കപ്പന് ശേഷം ഇതാദ്യമായാണ് ഒരു വനിതാ നേതാവ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത്. കോൺഗ്രസിൽ നിന്ന് ഇതിനു മുമ്പ് നഫീസത്ത് ബീവിയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നിയമസഭയെ നയിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ എത്തുമ്പോൾ പുതിയൊരു ചരിത്രം പിറക്കുകയാണ്. 133 MLAമാരാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനിമോൾ ഉസ്മാന് 99 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന് 34 പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. 99 വോട്ടുകൾ നേടിയ ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിയായി പ്രഖ്യാപിച്ചു. ശ്രീ മുഹമ്മദ് മുഹസിന് 34 വോട്ടും ശ്രീമതി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. BJP MLAമാരും സ്പീക്കറും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDFിലെ CK ഹരീന്ദ്രനും UDFിലെ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യരും സഭയിലില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്തില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.